ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റവയും അരിപ്പൊടിയും വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കല്ലേ വീഡിയോയിലേക്ക് പോട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. ആ ബൗളിലൊരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി ഒരു കഷ്ണം ചതച്ച് ചേർത്തു, പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞത് ചേർത്തു, ചെറിയ ജീരകം 1/4 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിനുള്ളത് 1 ടീസ്പൂൺ എള്ള് ചേർത്തു, മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞ് കുറച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ 1 കപ്പ് 250 ml റവ ചേർത്തു, 1/2 കപ്പ് അരിപ്പൊടി ചേർത്തു, 1 ക്യാരറ്റ് വലുത് ചെറുതാക്കി ഗ്രൈൻഡ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ 1/4 കപ്പോളം നമ്മുടെ നല്ല കട്ട തൈരല്ലായിരുന്നു, ലൂസായതായിരുന്നു തൈരുണ്ടായിരുന്നു. കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ, പുളി അധികം ഇല്ലാത്തത്. ആ കട്ട തൈരും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സാക്കി കൈ കൊണ്ട് നന്നായി കുഴച്ച് കൊടുക്കുക. നന്നായി കുഴച്ച് നല്ല ഉണ്ടയാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ. കണ്ട ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുഴച്ചില്ലത്. ആ കുഴയ്ക്കണം ശ്രദ്ധിക്കണം. റവയൊക്കെ ഒന്ന് കുതിരാൻ നല്ലതാണ് ചെറിയ ചൂടുവെള്ളം. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പലയെടുത്ത് വെച്ചിട്ട് അതും ഒരു ഇല റൗണ്ടിനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇലയിൽ നമുക്ക് എണ്ണ പറ്റിയതിന് ശേഷം നമുക്ക് മാവ് ഒരു ഉരുള എടുത്തിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. കയ്യിലൊരു മാവ് ആ കുഴച്ച് വെച്ചേന്ന് ഒരു ഉരുള മാവ് എടുക്കുക. മാവ് എടുത്തിട്ട് അത് നന്നായി ഒന്ന് ഉരുള റൗണ്ട് ചെയ്യാട്ടോ. അപ്പോൾ നല്ല വട്ടനെ കിട്ടും. മാവിനെ നന്നായി റൗണ്ട് ചെയ്തതിന് ശേഷം പരത്തി കഴിഞ്ഞാൽ നല്ല റൗണ്ടായി കിട്ടും കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ പരത്തി കൊടുക്കുക. ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് പൊടി. അപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട് റവയൊക്കെ. അപ്പോൾ നന്നായി കണ്ട കൈ കൊണ്ട് തൊടുമ്പോഴേക്കും ഇങ്ങനെ പരക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ റൗണ്ടുള്ള ഇലയിൽ നന്നായി റൗണ്ട് ചെയ്ത് പരത്തിക്കൊണ്ടിരിക്കുക. പരമാവധി റൗണ്ടിൽ പരത്തി കൊടുക്കുക കേട്ടോ. ഇതുണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. നമുക്ക് കറിയൊന്നും വേണ്ട, നല്ല മുരിച്ചനെ അതിൻ്റെ റവയൊക്കെയുള്ള കാരണം. അപ്പോൾ കടിച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ, കറിയൊന്നും വേണമെന്നില്ല. ഇപ്പോൾ നമുക്ക് മാറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതത്. പിന്നെ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെയാകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോഴേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർ ആ വിശപ്പിൻ്റെ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും 4 മണി പലഹാരത്തിന്. അങ്ങനെ നന്നായി റൗണ്ടിനെ ആക്കാട്ടെ. ഞാൻ കൈ കൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ റൗണ്ട് ചെയ്ത് പരത്തിയെടുക്കാട്ടെ നമുക്ക്. കണ്ട കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. അതൊക്കെ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി റവയും മൊരിയുമ്പോഴൊക്കെ എന്ത് ടേസ്റ്റാണ്. കുറച്ച് എണ്ണ മുകളിൽ ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇലയോട് കൂടി എടുത്തിട്ട് പതുക്കെ മുറിയാതെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയിൽ കിട്ടിയിട്ട് പരത്തിയിട്ട് ഇനി അത് നമുക്ക് പാൻ ചൂടായിലേക്ക് ഇട്ട് കൊടുക്കുക പതുക്കെ മുറിയാതെ. എന്നിട്ട് ഇല പതുക്കെ അങ്ങോട്ട് എടുക്കുമ്പോൾ പോരും കണ്ട നല്ല ഭംഗിയിലായി കിട്ടിയില്ലേ. ഇനി അതൊന്ന് അടിഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ കേട്ടോ. അധികം ഫ്ലെയിമിലിടണ്ട, ചെറിയ ഫ്ലെയിമാക്കി ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം കരിഞ്ഞ് പോകട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോഴത്തേക്ക് അടിഭാഗം മറച്ചിട്ട് ഞാൻ ആ പാനന്നെ എടുത്തിട്ടൊന്ന് മറച്ച് കൊടുത്തു. അപ്പോൾ നോക്കി അടിഭാഗം മുരിഞ്ഞ് കളർ വന്നിട്ട് നല്ല കളർ വന്നു. ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു മുരിച്ചൽ വന്നപ്പോഴേ നല്ല മഞ്ഞ കളറായി. അടിഭാഗം റെഡിയായി മുരിഞ്ഞ് കിട്ടിയിട്ടിട്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാനത്. ഇനി രണ്ടാമത്തെ അതുപോലെ തന്നെ നമുക്ക് അതുപോലെ പരത്തി വെച്ചിട്ടിട്ട് ഞാൻ പത്തിരി കണ്ട അത് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ലേശം പാനിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ പത്തിരി വെച്ച് കൊടുക്കുക കേട്ടോ. ഇലയോട് കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇല പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കുക കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അടിഭാഗം വേഗമായി അത് മറച്ചു. ഇനി ആ ഭാഗം കൂടിയും ആയ നമുക്കത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളത് ഉണ്ടാക്കാം കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട് ഇനി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുപോലെ അതും കൂടി ഇങ്ങനെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയായി കിട്ടിയതിൻ്റെ 3 എണ്ണമാണ് ഉണ്ടാക്കിയത് ഞാൻ കണ്ട. ഓരോന്ന് കഴിച്ചാൽ വയറെന്നറിയും കേട്ടോ നമ്മുടെ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല മുരിച്ചലായിട്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.